തറയെ വീണ് കിടക്കുന്ന സാറിനെയാണ്. തറയെ വീണ് കിടക്കുന്ന സാറിന് നെഞ്ചത്ത് കയറി ചവിട്ടുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കയറിയാണ് നെഞ്ചത്ത് കയറി ചവിട്ടി നിന്ന് സാറ് ചാടി എണീറ്റപ്പോൾ വീണ്ടും കഴുത്തിൽ ചവിട്ടി പിടിച്ച് കാലെടുത്ത്. എന്നിട്ട് അവിടെ ഒരു കസാരയുടെ ഒരു ഇളകിയൊരു പീസ് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് വെച്ച് സാറിൻ്റെ മുഖത്തടിച്ചതാണ് ഈ മൂക്കിലൊക്കെ പാട്. ഞാനിത് അതിനകത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ 6 വർഷമായിട്ട് സാറിൻ്റെ കൂടെയുണ്ട്. ഇന്ന് വരെ ഒരു ഗ്ലാസ് വെള്ളം പോലും സാറിന് എടുത്തു കൊടുക്കണം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. BP ഉള്ള മനുഷ്യനാണ്. ഒരു നേരത്തെ ഗുളിക പോലും ആ ചേച്ചി എടുത്തു കൊടുത്തിട്ടില്ല. 2 കുട്ടികളുണ്ട്. ഇളയ കൊച്ചിനെ രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്കൂളിൽ വിടണം ഞാൻ. അതിനെ പോലും നോക്കാറില്ല ആ ചേച്ചി. എല്ലാം നോക്കണം ഞാൻ. അതിന് ഉച്ചയ്ക്ക് ആഹാരം കൊണ്ട് കൊടുക്കുക എല്ലാം. സാറിൻ്റെ ഒരു കാര്യം ഇന്ന് വരെ നോക്കിയിട്ടില്ല. രാത്രി എപ്പോൾ വന്നാലും സാറിന് ആഹാരം കൊടുക്കുമോ, സാറ് കഴിച്ചോ എന്ന് ചോദിക്കും, കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കും. ഒന്നും ഇന്ന് വരെ ഞാൻ 6 വർഷം കൊണ്ട് ഇന്നലെ കണ്ടിട്ടില്ല. ഇന്ന് വരെ സാറിന് ആഹാരം എടുത്ത് കൊടുക്കണതും മരുന്ന് എടുത്ത് കൊടുക്കണതും എല്ലാം ഞാനാണ്. ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു കാര്യവും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വർഷമായിട്ട് 6 വർഷം കൊണ്ട് ഞാൻ നിൽക്കണം. എന്നെ ഒരു ക്രിസ്മസിന് പോലും അവർ വീട്ടിൽ വിട്ടിട്ടില്ല. ഒരു കല്യാണത്തിന് വിടില്ല. അവർക്ക് എവിടെയും ലീവ് ഇല്ല. അതുകൊണ്ട് അവർക്ക് ലീവ് കിട്ടാറില്ല. അവരെവിടെയും പോകാറില്ല എന്നാണ് പറഞ്ഞു. എന്നെ ഇന്ന് വരെ ലീവ് 6 വർഷം കൊണ്ട് എന്നെ എപ്പോഴും ഇവിടുന്ന് ഈസ്റ്ററിന് വിടും, ക്രിസ്മസിന് വിടും. ഈ 2 ലീവ് മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷം ഉണ്ട്. സാറിനെ ആക്രമിച്ചിട്ടുണ്ട് യാമിനി ചേച്ചി. ആക്രമിക്കുന്ന ഞാൻ ഉണ്ട്. ആക്രമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. യാമിനി ചേച്ചി സാറുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യാമിനി ചേച്ചി സാറിനെ മാന്തിപ്പറിച്ചു. മുഖത്തൊക്കെ പാട് വരച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും വരച്ചിട്ടുണ്ട്. ആക്രമിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളവിടെ വേറെ വന്നിട്ട് സാറപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ജസ്റ്റ് കയറി വന്നതേ ഉള്ളൂ. വൈകുന്നേരം അമ്പലത്തിൽ എന്തോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. 22-ാം ദിവസം രാവിലെ ഒരാൾ വരികയും വളരെ അധികം സമയം ഓഫീസിലിരുന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയും മന്ത്രി അദ്ദേഹത്തിനോട് കാലിൽ വീണ് മാപ്പ് ചോദിച്ചത് കണ്ടു എന്നാണ് മന്ത്രിയുടെ ഭാര്യ പറഞ്ഞിട്ടുള്ളത്. അത്തരം എന്തെങ്കിലും സംഭവം താങ്കൾ നേരിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ആ വീട്ടിലുണ്ട്. ഞാൻ ഫുൾ ടൈം ആ വീട്ടിലുള്ളതാണ്. ഞാൻ വെറുതെ ഇടയ്ക്കെപ്പോഴും കടയിൽ പോകുന്നില്ല. ഫുൾ ടൈം ഞാൻ ആ വീട്ടിലുള്ളതാണ്. അതിൻ്റെ സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല. മന്ത്രിയുടെ ഭാര്യ മന്ത്രിനെ ഇത്രയും ആക്രമിക്കുമ്പോൾ മന്ത്രി ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇതെല്ലാം വഴക്കം കഴിഞ്ഞ് റൂമിൽ നിന്ന് ഡോർ തുറന്ന് ഇറങ്ങി വരിക. ഇറങ്ങി വരുമ്പോൾ ഞാൻ കണ്ട് ഷർട്ട് കൈ പിടിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഷർട്ടിൽ മുഴുവൻ ചായ വീണിട്ട് ചായയുടെ കറണ്ട് മുഴുവൻ നനഞ്ഞിങ്ങനെ ഇരിക്കുക. ചൂട് ചായ എടുത്ത് വെച്ചതാണ്. അങ്ങനെ ഗ്യാസാറ് മുകളിലോട് കയറി പോകുമ്പോൾ കഴുത്തിൽ കുത്തിപ്പിടിച്ചാണ് യാമിനി ചേച്ചി മുകളിൽ കൊണ്ടുപോയത്. സ്റ്റെപ്പ് കയറ്റി മുകളിൽ കൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിങ്ങളെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് മുകളിൽ പോയി അവിടെ സോഫയുണ്ട്. സോഫയിൽ പോയി കമന്ന് കിടന്ന് സാറിൻ്റെ പുറത്ത് കയറി ചവിട്ടി പിള്ളേരെ അടിക്കുന്ന ഒരു ചൂരലുണ്ട്. അത് വെച്ച് പുറത്തടിച്ച് ഞാനാണ് പടി പിടിച്ച് മേടിച്ച് കളഞ്ഞത്. അത് കഴിഞ്ഞ് എണീക്കാൻ തുടങ്ങിയപ്പോൾ കഴുത്തിൽ ചവിട്ടി പിടിച്ച് നിങ്ങളെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞു. സാറാണെങ്കിൽ എനിക്ക് ഷൂട്ടിങ് ഉണ്ടെന്ന് ഇങ്ങനെ കമന്ന് കിടന്നു. അല്ലാതെ സാർ ഒന്നും തിരിച്ച് ചെയ്തിട്ടില്ല. ഒരക്ഷരം പറഞ്ഞിട്ടുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് സാറ് എനിക്ക് ഷൂട്ടിംഗ് കൊണ്ട് പോകാൻ സമയമായപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി മുഖവും കഴി ഇറങ്ങി വന്നപ്പോൾ കൈ മടക്കി ചേച്ചി ഇടിച്ച് സാറിൻ്റെ മൂക്കിൽ കൂടെ ചോര വന്ന് ആ ചോര ഒഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോൾ കഴുത്തിൽ പിടിച്ച് കഴുത്തിൽ സ്വർണ്ണ മാല ഉണ്ടായിരുന്നു. ആ മാലയടക്കം പിടിച്ചിങ്ങനെ വലിച്ചെടുത്ത് സാർ ആ മാലയടക്കം ഊരി എറിഞ്ഞ് കൊടുത്ത് ആ മാല അവിടെ ഇരിക്കുക ചേച്ചിയുടെ അടുത്ത്. അത് കഴിഞ്ഞ് സാറ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു മാല കിട്ടി എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഞാനത് ലോക്കറിൽ കൊണ്ട് വെച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു. സാറിന് ഇന്ന് വരെ മാല കൊടുത്തിട്ടില്ല സാറിന്. ഈ ദിവസം 22-ാം തീയതി വൈകുന്നേരം തിരികെ വന്ന മന്ത്രി തന്നെ ക്രൂരമായി മർദ്ദിച്ചു. അതിലൂടെ കയ്യിലും കാലിലും പൊട്ടലുണ്ടായി എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം റിജോ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. സാറിനെയാണ് അവരെ മർദ്ദിച്ചത്, അല്ലാണ്ട് സാറല്ല അവരെ മർദ്ദിച്ചത്. അവരാണ് മോളിൽ നിന്ന് ഇറങ്ങി വലിയ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത്. അവരാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. 22-ാം തീയതി ദിവസം പുറത്തുനിന്ന് ഒരാളും സാറിനെ കാണാനോട് വന്നിട്ടില്ല, മന്ത്രിയെ കാണാൻ. ഇല്ല, രാവിലെ സാധാരണ പോലെ ആയിരിക്കും വന്നിട്ട് പോയെന്നല്ലാതെ വൈകുന്നേരം സമയത്തൊന്നും ആരും വന്നിട്ടില്ല. വേറെ ഒന്നുമില്ല. ഈ പറയുന്ന കാമുകിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ വന്നിട്ടില്ല. അങ്ങനെ ആളെ എനിക്കറിയില്ല. വൈകുന്നേരം സമയത്ത് ആരും ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ സാർ അപ്പോൾ വന്ന് കയറി അമ്പലത്തിൽ പോയിട്ട് ജസ്റ്റ് വന്ന് കയറി ഓഫീസ് റൂമിൽ ഇരുന്നതേ ഉള്ളൂ. ഒരു ചായ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ചായ കൊണ്ട് കൊടുത്തു. അവർ ജോലിക്ക് നിന്ന് അമ്മച്ചി ഇതൊക്കെ കണ്ട സാക്ഷിയാണ്. അമ്മച്ചി ഉണ്ടായിരുന്നു അവിടെ. ഇളയ മോൻ മാത്രമേ ഉള്ളൂ. മൂത്ത മോൻ ആ വീട്ടിലില്ല. അതിന് ഒരാഴ്ച മുമ്പേ അമ്മൂമ്മയുടെ അടുത്ത് പരീക്ഷ ആയതുകൊണ്ട് ഇവിടെ നിന്നാൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മൂമ്മയുടെ അടുത്ത് അയച്ചിരുന്നു. PTV എന്നാലുള്ള അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു മോന്. മൂത്ത മോൻ അവിടെ ഇല്ല. ഇളയ മോനും ഞാനും ആ വീട്ടിൽ നിൽക്കുന്ന റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അടി ഉണ്ടാകുമ്പോഴൊന്നും മന്ത്രി ഇതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ തൻ്റെ കുറ്റങ്ങളില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടില്ല. അല്ല, എന്തിനെ ചൊല്ലിയായിരുന്നു വഴക്ക്? കാരണം ഈ 22-ാം തീയതി ആൾ വന്നതിനെ ചൊല്ലിയാണോ, അയാൾ അടിച്ചതിനെ ചൊല്ലിയാണോ, അയാൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെ ചൊല്ലിയാണോ എന്ന് പ്രശ്നമുണ്ട്. ഒന്നുമില്ല. നിന്നെ ഞാൻ കൊല്ലൂടാ എന്നും പറഞ്ഞ് മാത്രമായിരുന്നു. എന്തായിരുന്നു കാരണം എന്താണെന്നില്ല, ചുമ്മാ അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന സാറിനടുത്ത് ഞാൻ ഒരുമിച്ച് നിൽക്കുക. എൻ്റെ അടുത്ത് പറയും വെളിയൊന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ വെളിയൊന്ന് ഡോർ വെച്ച് കുത്തിയിട്ടിട്ടാണ് ഈ വഴക്ക് തുടങ്ങിയിരിക്കുന്നത്.
അല്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് മോളിൽ പോയി സാർ ഇറങ്ങി പോയതിന് ശേഷം എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൊന്നേനെ എന്നെ അടുത്ത് പറഞ്ഞു. അല്ല എന്തെങ്കിലും ഒരു അടി ഉണ്ടാകുന്നതിന് ഒരു കാരണം പറയില്ല. എന്തായാലും വഴക്കുണ്ടാകുമ്പോഴെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയില്ല. നിന്നെ കൊല്ലുമെന്ന് മാത്രം ഒറ്റ വാക്കിൽ അത് വെച്ച് ആ ഒരു വാക്ക് മാത്രം അവർ പറയണത്, നിന്നെ ഞാൻ കൊല്ലും, നിൻ്റെ ഒരു ഷൂട്ടിങ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേ കാരണം ഒന്ന് പറഞ്ഞു. എന്തോ സംശയം കൊണ്ടാണോ അതൊക്കെ? അങ്ങനെ ആയിരിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. ഈ സമയത്ത് കുട്ടികളുണ്ടായിരുന്നു അവിടെ? ഇളയ മോൻ മാത്രമേ ഉള്ളൂ. മൊത്തം പരീക്ഷ ആയതുകൊണ്ട് PTP നാറിലായിരുന്നു. മൂത്തയാളില്ല, അവിടെ ഇല്ല. ഇതെല്ലാം കണ്ടതാണെന്ന് ഞാൻ പറയുന്നത് ഇല്ല, അത് ശരിയല്ല. കാരണം മൂത്തമ്മ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് CBSE ആണ്. അവർക്ക് നേരത്തെ പരീക്ഷ തുടങ്ങി. അവിടെ പഠിക്കാൻ വേണ്ടി PTP പോയി അമ്മമ്മയുടെ അടുത്തായിരുന്നു. ഇത് കഴിഞ്ഞിട്ടും വന്നിട്ടില്ല. ഇത് കഴിഞ്ഞും പരീക്ഷ കഴിഞ്ഞിട്ടാണ് അമ്മ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറും നല്ലതാ. വീട്ടിൽ താമസമില്ല. പരീക്ഷ ആയതുകൊണ്ട് അവിടെ പോയി പഠിക്കുകയായിരുന്നു. അവിടെ ഇല്ലായിരുന്നു അമ്മോന്. മൂത്ത മോനില്ല. ജോലി ഇരിക്കുന്നവർ പോയി. അവർ അതിൻ്റെ പിറ്റേ ദിവസം അവർ പോയി. ഇങ്ങനെ ഒരു സ്ത്രീയുടെ കൂടെ ഞങ്ങൾ എങ്ങനെ നിൽക്കണേ, എന്ത് വിശ്വാസം നിൽക്കും, ഭർത്താവിൻ്റെ സ്ഥലത്ത് ഭാര്യയുടെ കൂടെ എങ്ങനെ നിൽക്കുമെന്ന് ചോദിച്ച് അവരതിൻ്റെ പിറ്റേ ദിവസം പോയി. സേവയെന്ന് പറഞ്ഞ റെഡി അവർ ചോദിച്ചാൽ അറിയാം. അവർ പോയി, പിറ്റേ ദിവസം പോയി. അതിനുശേഷം അവിടെ ഒരു ജോലിക്കാർ ഇതുവരെ വന്നിട്ടില്ല. ഒരാളും കൂടെ വന്നു. അതിനുശേഷം അവരും അതിൻ്റെ പിറ്റേ ദിവസം പോയി. ഒറ്റ ദിവസം കൊണ്ട് അവരും പിറ്റേ ദിവസം പോയി. എല്ലാവർക്കും പേടി അവിടെ നിൽക്കില്ല. പോയി. ഇപ്പോൾ ആരുമില്ല ജോലിക്കാർ. വരുന്നില്ല, ആരും വരില്ല. പേടിച്ചിട്ട് വരാത്ത. എത്ര വർഷമായി നിങ്ങൾ മന്ത്രിയുടെ കൂടെ ഉണ്ട്? ഞാൻ 6 വർഷമായി. 6 വർഷമായി. അതിനേക്കാൾ ഒരു 14 വർഷമായിട്ട് മന്ത്രി അവരെ പീഡിപ്പിക്കുന്നു എന്നാണ് മന്ത്രിയുടെ ആരോപണം. എനിക്ക് ഞാൻ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. ഞാൻ വന്നതിന് ശേഷം ഇന്ന് വരെ സ്നേഹത്തോടെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. സാർ അവരെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ബാലകൃഷ്ണപിള്ള ഒരു പ്രതികരണം നടത്തിയത് മന്ത്രിയുടെ കൂടെയുള്ള ചില ആൾക്കാരാണ് ഇത്തരത്തിലുള്ള അവിഹിത ബന്ധത്തിന് മന്ത്രിയെ പ്രേരിപ്പിച്ചത്, അങ്ങനെ പോയത് കൊടുപ്പുകാരാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവം ഇതിനെപ്പറ്റി എനിക്കറിയില്ല. ബന്ധങ്ങളുള്ളതായി താങ്കൾക്ക് അറിയാമോ? ഈ 6 വർഷത്തിനിടയ്ക്ക് എനിക്കങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് അറിയില്ല. ഒന്നും അറിയില്ല. സാർ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്നല്ലാതെ നമുക്ക് ആ കാര്യമൊന്നും അറിയില്ല. ഈ ഭാര്യ യാമിനിയുടെ കൂട്ടുകാരിയാണെന്നല്ല പറഞ്ഞത് സ്ത്രീ. ആ സ്ത്രീ എപ്പോഴെങ്കിലും വരുന്നത് കണ്ടിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. 2-3 പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് വീട്ടിൽ വന്നിട്ടുണ്ട്. അവർ വരുന്നതിനെ ചൊല്ലി എപ്പോഴെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേര്. ചേച്ചിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ എപ്പോഴും വന്നു പോകുന്നതാണ്. ഈ പറയുന്ന ആൾ, അതായത് ഈ യാമിനി തങ്കച്ചിയുടെ സുഹൃത്തും അതുപോലെ മകൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയുമായ ആൾ ഈ വീട്ടിൽ വേദക്കാട് വീട്ടിൽ വന്ന് താങ്കൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ എനിക്കറിയാം. അത് ആരാണെന്ന് എനിക്കറിയില്ല. ഈ ഫ്രണ്ട്സുകൾ വരും, ആരോ കുട്ടികളെ കൂട്ടി വരും, അല്ലാതെ വരും, അങ്ങനെ വരും. ഒരുപാട് പേര് വരുന്നുണ്ട്. ഫ്രണ്ട്സ് വരുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ അന്ന് വന്നു എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയില്ല. 22 പെട്ടെന്ന് ഇങ്ങനെ യാമിനി ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് ഉത്തരവില്ല. അന്ന് വേറൊന്നുമില്ല. ഞാൻ വെറുതെ അവിടെ നിന്ന് വർത്തമാനം പറയാണ്ടിരുന്നാൽ മോളിൽ നിന്ന് ഇറങ്ങി വന്ന് എനിക്കൊരു കാര്യം പറയാണെന്ന് പറഞ്ഞ് ജസ്റ്റ് കഥ കുറ്റിയിട്ട് എന്നെ വെളിയിലാക്കി കഥ കുറ്റിയിട്ടാണ് ഈ അക്രമങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അല്ല, ഇതിനു മുമ്പ് ഇതേക്ക് വെറുതെ ഇരുന്ന് അടിച്ചിട്ടുണ്ടോ? അന്ന് മോളിൽ വെച്ചാണ് വഴക്കുണ്ടാക്കിയിരിക്കുന്നത്. അന്ന് എൻ്റെ കാര്യം എനിക്കറിയില്ല. അവരുടെ നമ്മളെ പറ്റി ചോദിക്കാറില്ല, നമ്മളറിയില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടു നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ താക്കോല് ബഹളം കേട്ടു. സാറിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു. സാറ് വിളിച്ചു, റിജോ എന്ന് വിളിച്ചു. ഞാൻ ആ കഥയിൻ്റെ ഒന്നിൽ നോക്കുമ്പോൾ ഞാൻ കണ്ടു സാർ കസേരയുടെ കൂടി ഇങ്ങനെ കമന്ന് കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. സാറിൻ്റെ കഴുത്തിൽ ചവിട്ടി പിടിച്ചിരിക്കുക, നെഞ്ചത്തും ചവിട്ടി. സാർ നിൽക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ അവിടെ നിന്ന് കഥയിൽ കൊട്ടിയതല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോർ തുറന്ന് വെളിയിലോട്ട് സാർ ഇറങ്ങി വരികയായിരുന്നു. ആരെ തുറന്നെന്നറിയില്ല, സാറാണോ മേഡമാണോ അറിയില്ല. തുറന്നിറങ്ങി വന്നിട്ട് മുകളിലോട്ട് കയറി പോയപ്പോഴാണ് കഴുത്തിൽ കുത്തി പിടിച്ചുകൊണ്ട് കയറിപ്പോയത്. ഈ വാതിൽ തുറന്നതിന് ശേഷം പിന്നെയും കഴുത്തിൽ കുത്തി പിടിച്ച് മുകളിലോട്ട് കൊണ്ടുപോയി. ആ